ഈ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾ എന്ന ചാപ്റ്ററിലെ കുറച്ച് വേർഡ് പ്രോബ്ലംസ് ആണ്. സോ അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണിത്. കൂടുതലും ക്വസ്റ്റിനും ചോദിക്കുന്നത് നമുക്ക് വേർഡ് പ്രോബ്ലത്തിൽ നിന്നാണ്. സോ അപ്പോൾ വേർഡ് പ്രോബ്ലത്തിൽ തന്നെ കുറെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അപ്പൊ അതിൽ തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ളത് അല്ലെങ്കിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ അപ്പൊ ഈ പാർട്ട് വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, ആദ്യമായിട്ട് എക്സസൈസ് 3.5 ക്വസ്റ്റ്യൻ നമ്പർ 4 സബ് ക്വസ്റ്റ്യൻ 4 ആണ്. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കിയേ, പ്ലേസസ് എ ആൻഡ് ബി ആർ 100 കിലോമീറ്റർ എപ്പാർട്ട്. ഓക്കെ, സോ അപ്പൊ അവിടെ മുതലേ ഞാൻ ചെയ്തു തുടങ്ങുവാണ്. പ്ലേസസ് എ ആൻഡ് ബി ആർ 100 കിലോമീറ്റർ എപ്പാർട്ട്. ഓക്കെ, സോ അപ്പൊ ശ്രദ്ധിച്ചേ, ഇതാണ് പ്ലേസ് എ, ഇതാണ് പ്ലേസ് ബി എന്ന് കൺസിഡർ ചെയ്യാം. സോ അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 കിലോമീറ്റർ ആണ്. ഓക്കെ, സോ അപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നുണ്ടോ? പ്ലേസസ് എ ആൻഡ് ബി ആർ 100 കിലോമീറ്റർ എപ്പാർട്ട്. ഇതാ നോക്കിയേ, പ്ലേസ് എ ആൻഡ് പ്ലേസ് ബി, ഇത് തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 100 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, വൺ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം എ, അപ്പൊ എയിൽ നിന്ന് ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അനദർ ഫ്രം ബി, ബിയിൽ നിന്ന് വേറൊരു കാറും എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം, ഒരേ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് രണ്ട് കാറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചേ, എയിൽ നിന്നും ബിയിൽ നിന്നും, എയും ബിയും രണ്ട് പ്ലേസുകളാണ്. ആ എയും ബിയും കാറുകളല്ല, എയും ബിയും എന്താണ്? രണ്ട് പ്ലേസുകൾ. സോ അപ്പൊ എയിൽ നിന്നും ബിയിൽ നിന്നും രണ്ട് കാറുകൾ ഒരേ സമയം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. ഇഫ് ദ കാർ ട്രാവൽ ഇൻ ദ സെയിം ഡയറക്ഷൻ, സെയിം ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഒന്നുകിൽ ഇത് രണ്ടും അങ്ങോട്ട് അല്ലെങ്കിൽ ഇത് രണ്ടും ഇങ്ങോട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യാന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടുന്ന് ഒരു കാർ കണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടുന്ന് ഒരു കാർ എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നു. ഇഫ് ദ കാർസ് ട്രാവൽ ഇൻ ദ സെയിം ഡയറക്ഷൻ അറ്റ് ഡിഫറെന്റ് സ്പീഡ്, അപ്പൊ ഓരോന്നിന്റെയും സ്പീഡ് എന്താണ്? ഡിഫറെന്റ് ആണ്. അപ്പൊ രണ്ട് കാറിനും രണ്ട് സ്പീഡാണ്. ദേ വിൽ മീറ്റ് ഇൻ 5 hours. അവരെപ്പോ മീറ്റ് ചെയ്യും? 5 hours ആ കാറുകൾ തമ്മിൽ മീറ്റ് ചെയ്യും. അപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് എന്ത് ചെയ്യാം? നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം അല്ലെ? അപ്പൊ ഈ ഒരു പ്ലേസ് ഫോർ എക്സാമ്പിൾ സിയിലാണ് അവര് മീറ്റ് ചെയ്യുന്നത് നമുക്ക് സങ്കല്പിക്കാം. ഓക്കെ, സിയിലാണ് മീറ്റ് ചെയ്യുന്നത് നമുക്ക് സങ്കല്പിക്കാം. ഓക്കെ, അപ്പൊ നോക്കേ, അപ്പൊ നമുക്ക് തന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ, ഏത് കാറിനായിരിക്കും സ്പീഡ് കൂടുതൽ? നോക്കിക്കേ, എയും ബിയും എന്ന് പറയുന്ന രണ്ട് പ്ലേസിൽ നിന്നാണ് കാറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കേ, ഈ രണ്ട് കാറുകളും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇത് എത്ര അവർ കഴിയുമ്പോഴാണ്? 5 hours കഴിയുമ്പോൾ രണ്ട് കാറും എന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഈ രണ്ട് കാറുകളും 5 hours ആണ് ട്രാവൽ ചെയ്യുന്നത്. സോ അപ്പൊ തീർച്ചയായിട്ടും ഈ ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നതെന്നിരിക്കട്ടെ. അപ്പം എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറും ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറും എവിടെ മീറ്റ് ചെയ്യുന്നു? സിയിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് മീൻസ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറിനായിരിക്കും എന്ത്? സ്പീഡ് കൂടുതൽ. ഓക്കെ, ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറിന് എന്തായിരിക്കും? സ്പീഡ് കുറവായിരിക്കും. അതുകൊണ്ടാണല്ലോ അവർ സിയിൽ മീറ്റ് ചെയ്യുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും മീറ്റ് ചെയ്യില്ല. ബിക്കോസ് എ ഒരുപാട് ദൂരെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബി സിയിൽ നിന്ന് കുറച്ചുകൂടെ അടുത്തുനിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം ക്ലോസ് ചെയ്യാം. അടുത്തത് പറഞ്ഞേക്കുന്നത് ഇഫ് ദേ ട്രാവൽ ടുവേർഡ്സ് ഈച്ച് അതർ. ആ കേസ് നമുക്ക് അടുത്തത് നോക്കാം. ദേ വിൽ മീറ്റ് ഇൻ 1 hour. അപ്പൊ ഈ സെക്ഷൻ അവിടെ കിടക്കട്ടെ, നമുക്ക് പിന്നീട് നോക്കാം. വാട്ട് ആർ ദ സ്പീഡ്സ് ഓഫ് ദി ടു കാർസ്? ഈ രണ്ട് കാറുകളുടെയും സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ഇത്രേ ഉള്ളൂ. ആദ്യത്തെ ഇത് ഇവിടം വരെയുള്ള നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് നമ്മൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. രണ്ട് പ്ലേസുകൾ എയും ബിയും, ആ രണ്ട് പ്ലേസുകളിൽ നിന്നും ഓരോ കാറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു സെയിം ടൈമിൽ, ഡിഫറെന്റ് സ്പീഡ്, സെയിം ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങോട്ടാണ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറും ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറും സിയിൽ മീറ്റ് ചെയ്യുന്നു നമ്മൾ സങ്കല്പിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ട? വാട്ട് ആർ ദ സ്പീഡ്സ് ഓഫ് ദി കാർസ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഫസ്റ്റിൽ എഴുതുവാണ്, കാർ സ്റ്റാർട്ട്സ് ഫ്രം എ. ഇതെന്താണ്? ബി. അപ്പൊ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറും ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ടിനെ എടുത്തേക്കുന്ന ഒരേ ടൈം അല്ലേ? കാര്യം ഈ കേസിൽ അവർ പറഞ്ഞിട്ടുണ്ട് ദേ വിൽ മീറ്റ് ഇൻ 5 hours. ഓക്കെ, നമ്മൾ ഇതിന് മേലോട്ട് ഇനി നോക്കുന്നില്ല. അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ദേ വിൽ മീറ്റ് ഇൻ 5 hours. അപ്പൊ രണ്ടിനും എത്ര മണിക്കൂറാണ് ടൈം എടുത്തേക്കുന്നത്? 5 hours ആണ്. സോ അപ്പൊ ഇവരുടെ ടൈം ഞാൻ എഴുതുവാണ് 5 hours. ഇവിടെ എത്ര എടുക്കാം? 5 hours. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത്
നമുക്ക് ഇപ്പൊ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവരുടെ രണ്ടുപേരുടെ സ്പീഡുകളാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കാറുകൾക്ക് ഡിഫറെന്റ് സ്പീഡാണ്. സോ അതുകൊണ്ട് ഞാൻ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറിന് എക്സ് സ്പീഡ് എന്നും എക്സ് കിലോമീറ്റർ പെർ അവർ എന്നും ബിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറിന് വൈ കിലോമീറ്റർ പെർ അവർ എന്നും കൊടുക്കുന്നു. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് എഴുതിയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇവിടെ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എഴുതുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാർ എത്ര ഡിസ്റ്റൻസ് സഞ്ചരിക്കും? എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാർ എവിടെ വെച്ചാ മീറ്റ് ചെയ്യുന്ന? ബിനെ സി വെച്ചാ. സോ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറിന്റെ ഡിസ്റ്റൻസ് എ സി ആണ്. ഓക്കെ, അതായത് ഇവിടെ മുതൽ ഇവിടം വരെ ട്രാവൽ ചെയ്യുന്നു, ദാറ്റ് ഈസ് എ സി. അതേപോലെ ബിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറിന്റെ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? അപ്പം ബി സി. അത് ഇവിടം വരെ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ, ബി നിന്ന് സി വരെ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ, ദാറ്റ് ഈസ് ബി സി. പക്ഷെ നമ്മൾ ഇങ്ങനെ ഇടുന്നില്ല, നമുക്കൊരു ഫോർമുല അറിയാം ഓൾറെഡി. എന്താണ്? സ്പീഡ് ഇസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ അല്ലേ? സ്പീഡ് ഇസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, സോ അപ്പൊ ഇത് എടുക്കുക നമ്മൾ ഇക്വേഷൻ, ഡിസ്റ്റൻസ് ഇസ് ഇക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പൊ ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ഡിസ്റ്റൻസിനെ നമുക്കിത് ഇങ്ങനെ എഴുതി കൂടെ, സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടുത്തെ സ്പീഡ് എത്രയാണ്? എക്സ്. ടൈം എത്രയാണ്? 5. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയാ? 5x. മനസ്സിലാവുന്നുണ്ടോ? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, സോ അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് എ സി ആണെങ്കിലും നമുക്ക് അത് എങ്ങനെ കണ്ടുപിടിക്കാം? സ്പീഡ് ഇൻറ്റു ടൈം വെച്ച് കണ്ടുപിടിക്കാം. സോ അതിന്റെ സ്പീഡ്, എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കാറിന്റെ സ്പീഡ് എക്സും അതിന്റെ ടൈം എത്ര? 5. ദാറ്റ് മീൻസ് 5x. ഓക്കെ, അടുത്ത കേസ് നോക്കേ, ബി സി ആണ് ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം, ഡി ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു ടി. അപ്പൊ എസ് എത്ര? സ്പീഡ് എത്ര? y. ടൈം എത്ര? 5. ദാറ്റ് മീൻസ് 5y. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എ സി ആണെങ്കിലും നമുക്ക് അതിനെ ഈ ഫോർമുല ഉപയോഗിച്ച് 5x എന്നും ബി സി ഡിസ്റ്റൻസിന്റെ ഫോർമുല ഉപയോഗിച്ച് 5y എന്നും എഴുതാം. അപ്പൊ ഈ ഫോർമുല മറക്കാതിരിക്കുക, കാരണം നമുക്ക് സ്പീഡും ടൈമും ഇവിടെ ഓൾറെഡി എഴുതി വെച്ചെങ്കിൽ മാത്രമേ ഈ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഞാൻ സ്പീഡും എഴുതിയിട്ടുണ്ട്, ടൈമും എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിക്കുക. നോക്കി, ഇതിന് നമുക്കൊരു ഫോർമുല ആക്കിക്കൂടെ? എ ബി പ്ലസ് ബി സിനെ ഞാൻ എ സി എന്ന് പറയാം നമുക്കല്ലേ? നോക്കിക്കേ, എ ബി വരെയുള്ള ഡിസ്റ്റൻസ് പ്ലസ് ബി സി ഡിസ്റ്റൻസ് എന്തുവാ? എ സി എന്ന് പറയാം. ഞാനത് എടുക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്, എ സി മൈനസ് ബി സി ഇസ് ഈക്വൽ ടു എ ബി. കുഴപ്പമുണ്ടോ? കാര്യം ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? എ എന്നുള്ള ഡിസ്റ്റൻസ് എ സി, അതിൽ നിന്ന് ബി സി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എ ബി കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ എഴുതാൻ പോകുന്നത് എ സി മൈനസ് ബി സി ഇസ് ഈക്വൽ ടു ദിസ് ഡിസ്റ്റൻസ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതുവാണ്. നോക്കിയേ, എ സി മൈനസ് ബി സി ഇസ് ഈക്വൽ ടു എന്താണ്? എ ബി. ഓക്കെ ആണല്ലോ? എ സി എന്താ ഡിസ്റ്റൻസ്? നോക്കിയേ, എ സി എത്ര? 5x അല്ലെ? 5x മൈനസ് ബി സി എന്താണ്? 5y ഇസ് ഈക്വൽ ടു എ ബി. എ ബി കൺഫ്യൂഷൻ വേണ്ട, ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എ ബി. നമ്മുടെ ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എയും ബിയും രണ്ട് പ്ലേസുകളാണ്. അത് എത്രയാണ്? 100 കിലോമീറ്റർ എപ്പാർട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇത് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്ര? 100 കിലോമീറ്റർ. സോ എ ബി ഇസ് ഈക്വൽ ടു 100. ആദ്യത്തെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊന്ന് മിനിമൈസ് ചെയ്യാം. ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 20. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ ആണല്ലോ? സോ അപ്പം ഇത്രയും പാട്ട് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇത്രയും അറിയാന്നുണ്ടെങ്കിൽ അടുത്ത സെക്ഷൻ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ ഇത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത് എയും ബി എന്ന് പറഞ്ഞ രണ്ട് പ്ലേസുകളുണ്ട്. അത് 100 കിലോമീറ്റർ എപ്പാർട്ടാണ്. രണ്ട് കാറുകൾ, രണ്ട് വ്യത്യസ്ത സ്പീഡുള്ള രണ്ട് കാറുകൾ എയിൽ നിന്നും ബിയിൽ നിന്നും സെയിം ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് രണ്ടും 5 മണിക്കൂർ ട്രാവൽ ചെയ്യുന്നുണ്ട്. 5ാമത്തെ മണിക്കൂറിൽ ഈ രണ്ട് കാറുകൾ എവിടെ വെച്ച് മീറ്റ് ചെയ്യും? ഒരു പ്ലേസ് വെച്ച് മീറ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. സോ ഞാൻ അവിടെ എന്ത് കൊടുത്തു? സി കൊടുത്തു. സെയിം ഡയറക്ഷനിൽ, അതുകൊണ്ടാ എ ഇങ്ങോട്ടും ബി ഇങ്ങോട്ടും ഇട്ടേക്കുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെ ആവുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? രണ്ട് കാറുകൾ, കാർ സ്റ്റാർട്ട് ഫ്രം എ എഴുതും, കാർ സ്റ്റാർട്ട് ഫ്രം എന്ത് എഴുതും? ബി എഴുതും. അപ്പൊ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറിനും ബിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറിനും എത്ര ടൈം എടുക്കുന്നത്? 5 അവർ തന്നെയാണ്. ഓക്കെ, സ്പീഡോ രണ്ട് കാറിനും വ്യത്യസ്ത സ്പീഡുകളാണ്. സോ അപ്പൊ അതുകൊണ്ട് ഞാൻ എക്സ് കിലോമീറ്റർ പെർ അവറും വൈ കിലോമീറ്റർ പെർ അവറും ഒന്ന് കൊടുത്തു. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ഡിസ്റ്റൻസ്. കാറിൽ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറിന് എത്ര ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്? എ സി ഡിസ്റ്റൻസ്. എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാർ എ സി ഡിസ്റ്റൻസ്, ബിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാർ ബി സി ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ എഴുതി വെച്ചു. ഓക്കെ, ഇനി ഓരോ കേസിലും നമുക്ക് ഡിസ്റ്റൻസ് അല്ലാതെ കണ്ടുപിടിക്കാം. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈംസ്. ആ ഫോർമുല ഉപയോഗിക്കുക. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് എ സി ഇടാതെ നമുക്ക് അവിടുത്തെ സ്പീഡ് ഇൻറ്റു ടൈം കൊടുത്താൽ മതി. ഓരോ കേസുകൾ തന്നെ നോക്കണം. ഇവിടുത്തെ സ്പീഡ് എത്രയാണ്? എക്സ് കിലോമീറ്റർ പെർ അവർ ഇൻറ്റു ടൈം എത്ര? 5. ദാറ്റ് മീൻസ് 5x. അടുത്ത കേസിൽ
സ്പീഡ് ഇൻറ്റു ടൈം വരുമ്പോഴത്തേക്ക് സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യുമ്പോൾ എത്ര വരും? 5y വരും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ശ്രദ്ധിക്കണം, നമുക്ക് 2-3 രീതിയിൽ എടുക്കാം. എ ബി പ്ലസ് ബി സി ഇസ് ഈക്വൽ ടു എ സി എന്ന് വേണമെങ്കിലും എടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് എങ്ങനെയാണ്? എ സി മൈനസ് ബി സി ഇസ് ഈക്വൽ ടു എ ബി ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, അങ്ങനെ എഴുതിയതിനു ശേഷം എ സി എഴുതുക, ബി സി എഴുതുക, എ ബി എത്രയാണ്? 100 ആണെന്നുള്ള കേസ് മറന്നു പോരുത്, മിനിമൈസ് ചെയ്യുക. അപ്പൊ ഇനി ശ്രദ്ധിച്ച് വേറൊരു രീതിയിൽ വേണമെങ്കിലും എഴുതാം. ഫോർ എക്സാമ്പിൾ നമുക്ക് എ ബി കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് പ്ലസ് ബി സി എന്ത് വരും? നമുക്ക് ഫുൾ ഡിസ്റ്റൻസ് എ സി എഴുതാം അല്ലെ. ഇതും ഇതും കൂടെ കൂട്ടുമ്പോൾ ഫുൾ ഡിസ്റ്റൻസ് വരും. എ ബി എത്രയാണ് പിള്ളേരെ? 100 ആണ്. ബി സി എത്ര? ഇവിടെ അറിയാമല്ലോ എത്ര? 5y സിക്കൽ ടു എ സി എത്ര? 5x. ഓക്കെ, ഈ ഫോർമുല നമുക്ക് 100 ഇസ് ഈക്വൽ ടു 5x മൈനസ് 5y എന്ന് എഴുതാം, അല്ലെങ്കിൽ 5x മൈനസ് 5y ഇസ് ഈക്വൽ ടു 100 എന്നോ, x 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x മൈനസ് y ഇസ് ഈക്വൽ ടു 20 എന്നും എഴുതാം. ഓക്കെ, സോ അപ്പൊ ഇതിൽ ഏത് അപ്ലൈ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, ഇത്രയും പാർട്ട് വ്യക്തമായിട്ട് നോട്ട്ബുക്കിലോട്ട് എഴുതി വെക്കുക, ഇൻക്ലൂഡിങ് ഈ ഫിഗർ ഉൾപ്പെടെ. കാരണം ഞാനിപ്പോ ഇത് മായ്ക്കാൻ പോവാണ്. അടുത്ത ഈ കേസ് നോക്കുവാണെങ്കിൽ, ഇഫ് ദേ ട്രാവൽ ടുവേർഡ്സ് ഈച്ച് അതർ ദേ വിൽ മീറ്റ് ഇൻ 1 hour. അപ്പൊ അതിന് വേറൊരു ഫിഗർ വരയ്ക്കണം. അപ്പൊ നോക്കിക്കേ, എയും ബിയും പഴയ പ്ലേസുകൾ തന്നെയാണ്. ഓക്കെ, എ ബി. ഓക്കെ, അതിന്റെ ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ്? 100 കിലോമീറ്റർ തന്നെയാണ് ഡിസ്റ്റൻസ്, വേറെ വ്യത്യാസമൊന്നുമില്ല. നേരത്തെ അത് ഒരേ ഡയറക്ഷനിൽ പോയി. ഇനി ഇതിപ്പോ വെച്ചാൽ 2 കാറുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. അതായത് എയിൽ നിന്ന് ഒരു കാർ ബിയിലേക്കാണെങ്കിൽ ബിയിൽ നിന്ന് ഒരു കാർ എങ്ങോട്ട് വരും? എയിലേക്കായിരിക്കും. അതായത് ഇത് ഇങ്ങോട്ടാണെങ്കിൽ ഇത് ഇങ്ങോട്ടായിരിക്കും വരുന്നത്. ഓക്കെ ആണോ? സോ അപ്പൊ അത് പെട്ടെന്ന് തന്നെ മീറ്റ് ചെയ്യും, ശരിയല്ലേ? ഓക്കെ, സോ നോക്കേ, ഇഫ് ദേ ട്രാവൽ ടുവേർഡ്സ് ഈച്ച് അതർ, 2 കാറുകളും അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുവാണ്, ദേ വിൽ മീറ്റ് ഇൻ 1 hour. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനിടയിൽ ഒരു സ്പേസ് സി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പ്ലേസ് നമുക്ക് എന്ത് കൊടുക്കാം? സി കൊടുക്കാം. ഈ സിയിൽ വെച്ചാണ് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോഴും നമുക്ക് അടുത്തൊരു സെക്ഷൻ ആയിട്ട് എഴുതാം. നോക്കിയേ, കാർ സ്റ്റാർട്ട് ഫ്രം വീണ്ടും എ, വീണ്ടും എന്താ? ബി. അപ്പം ഇവിടെ എഴുതുവാണ് സ്റ്റാർട്ട്സ് ഫ്രം എ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറിനും ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറിന്റെയും ഓരോ കേസുകളാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട്സ് ഫ്രം എ, സ്റ്റാർട്ട്സ് ഫ്രം എന്തോന്ന്? ബി. ഓക്കെ, അപ്പൊ ഇത് നോക്കി തന്നെ ഇങ്ങോട്ട് എഴുതി വെക്കാം. നോക്കി ഇവിടുത്തെ ടൈം. അപ്പൊ ടൈം എങ്ങനെയാ? നോക്കി, ദേ വിൽ മീറ്റ് ഇൻ 1 hour. അപ്പം ഈ രണ്ടുപേരും 1 hour ആണ് എന്ത് ചെയ്യുന്നത്? ട്രാവൽ ചെയ്യുന്നത്. 1 hour കൊണ്ട് രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് രണ്ടുപേരും ഒരേ സമയത്താണ് പുറപ്പെടുന്നത്, പക്ഷെ സ്പീഡ് എന്താണ്? ഡിഫറെന്റ് ആണ്. സോ അപ്പൊ ഞാൻ വീണ്ടും എന്ത് കൊടുക്കും? സ്പീഡ് എഴുതും. ഈ കാറിന് പഴയ സ്പീഡ് തന്നെ കൊടുത്താൽ മതി. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറിന് വീണ്ടും എന്ത് തന്നെ? x കിലോമീറ്റർ പെർ അവർ കൊടുത്താൽ മതി. ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറിന് എന്താണ്? y കിലോമീറ്റർ പെർ അവർ തന്നെ കൊടുത്താൽ മതി. സ്പീഡ് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഒരേ ടൈം ആണ് എടുക്കുന്നത്. ഓക്കെ, ഇനി നോക്കേ, നമുക്ക് അടുത്ത് നമ്മൾ എന്തോ എഴുതി? ഡിസ്റ്റൻസ് അല്ല എഴുതി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഡിസ്റ്റൻസും കൂടി ഇവിടെ എഴുതാം. ഡിസ്റ്റൻസ് നോക്കേ, എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാർ എവിടം വരെ പോത്തുള്ളൂ? എ സി വരെ പോത്തുള്ളൂ. അപ്പൊ ആ ഡിസ്റ്റൻസ് എ സി. ബിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാർ എവിടം വരെ വരും? സി വരെ. സോ ആ ഡിസ്റ്റൻസ് എന്താണ്? ബി സി. അപ്പൊ എ സി വരെ ഫസ്റ്റ് കാറും ബിന്നും സി വരെ ബി സി വരെ എത്ര കാറും സെക്കൻഡ് കാറും ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്തോ ചെയ്തത്? ഫോർമുല അപ്ലൈ ചെയ്ത് അല്ലേ? ഫോർമുല എന്തുവായിരുന്നു? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സോ ഇവിടുത്തെ ഡിസ്റ്റൻസിന് വരെ നമുക്ക് സ്പീഡ് ഇൻറ്റു ടൈം കൊടുക്കാം. സ്പീഡ് എത്രയാ? എക്സ്. ടൈം എത്ര? 1. ദാറ്റ് മീൻസ് 1x. ഇവിടെ എന്താണ്? 1y വരും. അപ്പൊ 1x y എന്ന് പറയണമെന്ന് 1y എന്ന് പറയണമെന്ന് ആവശ്യമില്ല, എക്സ് വൈ എന്ന് കൊടുത്താലും മതി. അപ്പൊ ഇവിടെ നമ്മൾ ഫോർമുല എടുക്കുന്ന, ഞാൻ എന്താ എടുക്കുന്നത്? എങ്ങനെയാണ്? എ സി നോക്കിക്കേ, എ സി പ്ലസ് ബി സി ഇസ് ഈക്വൽ ടു എ ബി. കുഴപ്പമുണ്ടോ? അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എ സി, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ബി സി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്താവും? എ ബി ആവും ഡിസ്റ്റൻസ്. സോ അപ്പൊ എ സി പ്ലസ് ബി സി ഇസ് ഈക്വൽ ടു എ ബി. എ സി എന്താണ്? എക്സ്. ഡിസ്റ്റൻസ് എ സി എത്ര? എക്സ്. ഡിസ്റ്റൻസ് ബി സി എത്ര? വൈ. ഇസ് ഈക്വൽ ടു എ ബി എത്രയാണ്? എ ബി അറിയാലോ എത്ര? 100 കിലോമീറ്റർ. 100 അടുത്ത് ഒന്ന് തന്നെ എ ബിക്ക് ഒരു എന്ത് കൊടുക്കണം? 100 കൊടുക്കണം. ഓക്കെ, സോ ഇത് ഇക്വേഷൻ നമ്പർ 2. ഇത് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഒരു പാറ്റേണിലാണ് ഈ കാറ്റഗറി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. ഇതിനുശേഷം ഈ 2 ഇക്വേഷൻസ് കിട്ടി നമുക്ക്. ഈ 2 ഇക്വേഷൻസ് കൂടെ സോൾവ് ചെയ്യുമ്പോൾ എക്സും വൈയും കിട്ടും. എക്സ് എന്താണ്? സ്പീഡ് ഓഫ് ഫസ്റ്റ് കാർ സ്റ്റാർട്ടിംഗ് ഫ്രം എ. വൈ എന്താണ്? സ്പീഡ് ഓഫ് ദ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം ബി. അപ്പൊ ഇത്രയും മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. സോ അപ്പൊ നോക്കിക്കേ, നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക്
ഫസ്റ്റിലത്തെ സെക്ഷൻ അതിന് നേരെയുള്ള ഫിഗർ, രണ്ടാമത്തെ സെക്ഷൻ അതിന് നേരെയുള്ള ഫിഗർ, അങ്ങനെ അങ്ങനെ ചെയ്തു പോയാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഈ രണ്ട് ഇക്വേഷൻസും കൂടെ എടുത്ത് എഴുതുക. 1 ഉം 2 ഉം കൂടെ സോൾവ് ചെയ്യുവാണ്. ഫസ്റ്റ് ഇക്വേഷൻ x മൈനസ് വൈ ഈസ് ഈക്വൽ ടു 20, സെക്കൻഡ് ഇക്വേഷൻ x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100. ഇക്വേഷൻ 1 ഉം 2 സോൾവ് ചെയ്യുമ്പോൾ ഞാൻ എലിമിനേഷൻ മെത്തേഡാ യൂസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, വൈയുടെ കോഎഫിഷ്യൻസ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് സൈൻ ആണ്, therefore ഞാൻ ആഡ് ചെയ്യുവാണ്. x 2x മൈനസ് വൈ പ്ലസ് വൈ കൂടെ ക്യാൻസൽ ആവും. 100 plus 20 120. x is equal to 120 by 2 എത്ര കിട്ടും? 60. Okay, put that x is equal to 60 in ഏത് ഇക്വേഷൻ? ഇക്വേഷൻ നമ്പർ 1 ഇട്ട് കൊടുക്കാം. therefore x minus y is equal to 20. x എത്രയാണ് നമ്മൾ കിട്ടിയത്? 60 അല്ലേ? 60 minus y is equal to 20. 60 ഈ 20 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 20 is equal to y. 40 is equal to y അല്ലെങ്കിൽ എത്ര? y is equal to 40. ഓക്കെ, നോക്കിക്കേ, എക്സും വൈയും കിട്ടിയല്ലോ. എക്സ് 60, വൈ എത്ര? 40. സോ അപ്പൊ നോക്കേ, എക്സ് എന്താണ്? സ്പീഡ് ഓഫ് ദി കാർ സ്റ്റാർട്ടിംഗ് ഫ്രം എ. എക്സ് എന്ന് മാത്രമല്ല, എക്സ് കിലോമീറ്റർ പെർ അവർ എന്നാണ്. therefore നമുക്ക് എന്ത് എഴുതാം? സ്പീഡ് ഓഫ് കാർ സ്റ്റാർട്ടിംഗ് ഫ്രം എ is equal to എക്സ് കിലോമീറ്റർ പെർ അവർ is equal to 60 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, therefore b യുടെ കേസിൽ എന്താണ്? സ്പീഡ് എന്താണ്? y കിലോമീറ്റർ പെർ അവർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 40 കിലോമീറ്റർ പെർ അവർ. അപ്പൊ ഈ പ്രോബ്ലം വളരെ വ്യക്തമായിട്ട് എഴുതി പഠിക്കുക. ഓരോ സെക്ഷൻ ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. കുറെ പ്രാവശ്യം എഴുതി പഠിച്ചെങ്കിൽ ഇത് നമ്മുടെ മനസ്സിൽ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ഫിഗർ എങ്ങനെ എടുക്കേണ്ടത്, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, എ ബി പ്ലസ് ബി സി ഇസിക്കൽ ടു എ സി പ്ലസ് ബി സി ഇസിക്കൽ ടു എ ബി അങ്ങനെ എടുക്കുന്നത്, അല്ലെങ്കിൽ എ ബി പ്ലസ് ബി സി ഇസിക്കൽ ടു എ സി അങ്ങനെയൊക്കെ എടുക്കുന്നതൊക്കെ നമ്മൾ മറന്നുപോകും. അപ്പൊ അത് വ്യക്തമായിട്ട് കുറെ പ്രാവശ്യം ചെയ്ത് നോക്കുക. അതാണ് തന്നെ ഈ ഒരു ക്ലാസ്സും കുറെ തവണ കണ്ടു നോക്കുക. ഓക്കെ.